ഗൈസ്, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഫാമിലി ഫെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 20-ാം തീയതി തുടങ്ങിയതാണ്, നമ്മൾ ഇന്നാണ് കാണാൻ പോകുന്നത്. ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ്. പക്ഷെ അത് വോർത്താന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് എന്തെങ്കിലും പോയി കാണാം. പലതരം നെല്ലുകളുണ്ട്, പലതരം നെല്ലുകൾ. നെല്ലുകളാ മാറ്റം. ചെന്തോട്ടി, ഞവര മറ്റേ ഇതല്ലേ ഏല ഞവര അരിയുണ്ടോ? കല്യാണി, എന്തൊക്കെ പേരെന്നല്ലേ? നീളം കുറഞ്ഞ സാധനം. ഇത് വൈറ്റില 8, ഇതൊക്കെ പറയണ്ടല്ലോ. എന്താ ചെമ്പാവ്, വൈറ്റില 2, ഈ വൈറ്റില വർഷം അതാ നോക്കിയാ ജീരകശാല, ജീരകസ് അതാണ്. അതൊക്കെ ചെറുത്. ഈ കമ്പ് വേറൊന്നും വിളിച്ചില്ല. ഉമ്മേ 45 ഉമ്മ. ഇതിൻ്റെ കറുത്ത നെല്ലി, കാലാച്ചീമ നെല്ലി, ഭാഗ്യ ഇതൊക്കെ ഇതായി ക്യാബേജോ പൊളിപ്പറൊക്കെയാണ്. പാലക്കാട് മട്ട. പലതരം നെല്ലുകളാണ്. നിങ്ങൾ വന്ന് കാണും കേട്ടോ. കേൾക്കണം. ഇതൊക്കെ പുഴു നിന്ന് പക്ഷെ അവിടെ കണ്ടായിരുന്നു. നല്ല ക്യാബേജും പൊളിപ്പറൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീട് എടുത്തില്ല. അധികം അവിടെ ക്യാബേജ് ഇരിക്കുന്നുണ്ട്. എല്ലാം നോക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ സമയം അടുത്ത അപ്പുറത്തോട്ട് പോകാൻ കൊടുത്തു ഫെസ്റ്റ് ദിവസം നടക്കാൻ കുറച്ചുണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാം. ചുറ്റും ചെടികളും മരങ്ങളും അതുപോലെ തന്നെ കുറെ കുഞ്ഞു ടിഷ്യൂ ചെയ്തതും പിന്നെ കുറച്ച് മൊയിലുണ്ടായിരുന്നു. അന്മലായിട്ട് മൊയിലും ഗപ്പിയും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുഞ്ഞു കടകൾ, ചെടി, വിത്ത്, അതേപോലെ തേനൊക്കെ കിട്ടുന്ന കുറച്ച് കടകൾ. പിന്നെ അവസാനം എത്തിയപ്പോഴത്തെ കടയിൽ നിന്ന് ലസ്സിയും സംവാദമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലസ്സി വാങ്ങിച്ചിട്ട് പോലെ കിടില ലസ്സിയായിരുന്നു കേട്ടോ. അതിന് ആ ചൂടത്തെ തളർന്ന് എന്ന് കുടിച്ചുകൊണ്ടുള്ള ഫീലാണെന്ന് അറിയില്ല. അവിടെ നിന്ന് ഒരു നെയ്യും അതേപോലെ തന്നെ ഒരു കുപ്പി ലസ്സിയും വാങ്ങിച്ച് പിന്നെ അവിടുത്തെ കാർഡും തന്നു കേട്ടോ. കടം ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ, നെയ്യ് ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ പിന്നെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ലസ്സി ഒന്ന് ട്രൈ ചെയ്തേക്ക്. പിന്നെ കുറേ ചെടികളൊക്കെ വാങ്ങാനുണ്ട്. നൈസാണ്. ഇവിടെ ഒരു പഴയകാല വീടെന്ന രീതിയിൽ ഒരു മണ്ണൊക്കെ വെച്ചുണ്ടാക്കിയൊരു കുഞ്ഞു വീടും ഒരു കിണർ, അതേപോലെ തന്നെ ആ ഒരു കാലത്തുണ്ടാക്കുന്ന ഒരു വീടിൻ്റെ ഭാഗത്ത് എന്തൊക്കെയുണ്ട്, പശു കൃഷി, അങ്ങനെ രീതിയിൽ കുറച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പേര് പറ. ഇത് കച്ചിത്തുറ. ഇതിന്റെ പേര് അതുപോലെ ഈ വീടിൻ്റെ അകത്തും ആ കട്ടിലിൻ്റെ രീതിയും അതേപോലെ തന്നെ ആ ഉറി വെച്ചേക്കുന്നതും അതുപോലെ ചിരട്ട കൊണ്ടുള്ള കുറേ കാര്യങ്ങളും ഗ്ലാസ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് നമ്മൾ പണ്ട് കാലത്തുള്ള വീടിൻ്റെ അകത്ത് കയറി എങ്ങനെയായിരിക്കുമോ അതേ ഒരു ഫീലിൽ കേട്ടോ അവർ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി വയലിൻ്റെ സെറ്റപ്പിൽ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ കൊക്കിൻ്റെയും തവളേൻ്റെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കാണാൻ. ഇതുവരെ പോയിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കാം. ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. നാളെ കൊണ്ട് ഇത് തീരുവാണ്. 24-ാം തീയതി വരെ ഇതുള്ളൂ. അപ്പോൾ പോയിട്ടില്ലാത്തവർ പോയി നോക്ക്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കോട്ടിക്കൽ കൃഷിഭവനിൻ്റെ അകത്താണ്. അപ്പോൾ കോട്ടിക്കൽ നിന്ന് മേളക്കാട് റൂട്ട് വരുമ്പോഴത്തേന് മേളക്കാട് നിന്ന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയാൽ മതി. നമ്മുടെ കൃഷിഭവനിലാണ് ഫെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ ബൈ.